പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം ഷോഡശോധ്യായ. ശ്രീശുക ഉവാച ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാദിവിസ്തദാ ഹൃദേ ത്രിവിഷ്ടഭേദൈക്യൈ പര്യതപ്യൽ അനാഥവൽ. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ് പരീക്ഷത്തിനോട്, അപ്പോൾ അതായത് എപ്പോൾ ഈ മഹാബലി ചെന്ന് ത്രിവിഷ്ടവം സ്വർഗം കീഴടക്കിയിട്ട് അവിടെ ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങിയ സമയത്ത്, അതേപോലെ തന്നെ ദേവന്മാരെല്ലാവരും പല രൂപങ്ങൾ വേഷം മാറിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു പറയില്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഏവം ത്രിവിഷ്ടവേ ദൈത്യൈ ഹൃദേ, ദേവലോകം ദിതിയുടെ പുത്രന്മാരാൽ അപഹരിക്കപ്പെടുകയും സ്വപുത്രേഷു നഷ്ടേഷു, തൻ്റെ പുത്രന്മാർ നഷ്ടരാവുകയും ചെയ്തപ്പോൾ, കാരണം അവരെവിടെ പോയതെന്ന് വെച്ചില്ല, മക്കളൊക്കെ എവിടെ കാണാണ്ടേ ഈ അതിഥിക്ക്. ആ സമയത്ത് ദേവമാതാ അതിഥി, ദേവമാതാവായിട്ടുള്ള അതിഥി അനാഥവൽ പര്യതപ്യൽ, ഒരു അനാഥയെ പോലെ പരിതപിച്ചു. അനാഥവൽ അനാഥയായി കഴിഞ്ഞില്ല, പക്ഷെ അതിഥിയെ സംബന്ധിച്ചുള്ള മക്കൾക്ക് അടുത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് അനാഥവൽ, അനാഥയെപ്പോലെ പരിതപിച്ചു. ഏകദാ കശ്യപസ്തസ്യ ആശ്രമം ഭഗവാനകൽ നിരുത്സവം നിരാനന്ദം സമാധേർവിരതശ്ചിരൽ. അങ്ങനെ ആ സമയത്ത് അതിഥിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാൻ കശ്യപ മഹർഷി കശ്യപ പ്രജാപതി ചിരാൽ സമാധേ ഏകതാവിൽ, അദ്ദേഹം ഇങ്ങനെ ദീർഘകാലത്തുള്ള സമാധിയിൽ മുഴുകിക്കൊണ്ടിരിക്കാവും. അങ്ങനെ അതിൽ സമാധിയിൽ നിന്ന് ഒരിക്കൽ വിരമിച്ച സമയത്ത് തസ്യ നിരുത്സവം നിരാനന്ദം ആശ്രമം അകാൽ, അവിടെ ആ സമാധി എന്ന് പറഞ്ഞ സമയത്ത് അതിഥി അന്വേഷിച്ച് അതിഥിയുടെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ എങ്ങനെയാണ് ഒരു നിരുത്സവം, ആഡംബരമൊന്നുമില്ലാത്ത ഇതായിട്ടുണ്ട്. പിന്നെയോ നിരാനന്ദം, ആനന്ദം ഒട്ടുമില്ല, ശോകാകുലായിട്ടുള്ളൊരവസ്ഥയിലാണ് ആ കശ്യപ പ്രജാപതി അവിടെ ചെന്നപ്പോൾ ആ ആശ്രമം. സപത്നീം ദീനവദനം കൃതാസനപരിഗ്രഹ സഭാജിതോയതന്യായം ഇതമാഹ കുരുദ്വഹ. ഹേ കുരുദ്വഹ, പരീക്ഷത്തെ കൃതാസന പരിഗ്രഹ നൽകപ്പെട്ട വേഗം അതിഥി അദ്ദേഹത്തിന് ആസനം കൊടുത്ത് സ്വീകരിച്ചിരുത്തി. എന്നിട്ടോ യഥാന്യ ക്രമപ്രകാരം അങ്ങനെ സൽകൃതനാക്കി ആ സമയത്ത് അദ്ദേഹം ദീനവദനാം പത്നിയും, വളരെ ദീനഭാവം പൂർണ്ണ മുഖത്തോടു കൂടിയ തൻ്റെ പത്നിയോട് ഇപ്രകാരം ചോദിച്ചു. അവളുടെ ദീനഭാവം കണ്ടിട്ട്, അപ്യഭദ്രം ന വിപ്രാണം ഭദ്രേ ലോകേതുനാഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോശ്ചന്ദാനുവർത്തിന. ഹേ ഭദ്രേ, അല്ലയോ ഭദ്രേ, മംഗളശീലേ, അധുനാ ലോകേ വിപ്രാണം അഭദ്രം അപിന. ഇപ്പോൾ ലോകത്തില് ബ്രാഹ്മണർക്ക് എന്തെങ്കിലും അമംഗളം വന്നു പെട്ടുവോ ഭവിച്ചുവോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഭവത്തിൽ ആ മുഖത്തുള്ള ദുഃഖം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നല്ല ആൾക്കാർക്കൊക്കെ വിഷമം വരിക. കാരണം ഇദ്ദേഹത്തൊന്നും അറിയാണ്ട് സമാധിയിലായിരുന്നില്ലേ. പിന്നെയോ പിന്നെയോ ധർമ്മസ്യ, അതുമായി ധർമ്മഹാനി ഒന്നും ഉണ്ടായിട്ടാലോ. മൃത്യോ ഛന്ത് അനുവർത്തിന ലോകസ്യന, അതുമാതിരി ആ എന്താണ് മരണത്തിൻ്റെ കീഴിൽ, അവരുടെ മരണത്തിൻ്റെ ഇച്ഛയ്ക്ക് കീഴിൽ വർത്തിക്കുന്ന മനുഷ്യ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അവർക്കും വിശേഷിച്ചൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ വന്നാൽ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരുടെ മുഖത്ത് വിഷമം വരും. അപ്പം ഇവ ആകുശലം കിഞ്ചിൽ ഗൃഹേഷു ഗൃഹമേദിനി ധർമ്മസ്യാർത്ഥസ്യ കാമസ്യ എത്ര യോഗോ ഹ്യയോഗിനാം. അതുമാതിരി ഗൃഹമേദിനി, ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്നവളെ, ഈ എത്ര യാതൊന്നിൽ തന്നെ അയോഗിനാം, യോഗികളല്ലാത്തവർക്ക് പോലും യോഗഫലം ലഭിക്കുന്നുവോ ആ ഗൃഹേഷു, ഗൃഹസ്ഥ കാര്യങ്ങളിൽ, ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ, അതായത് ധർമ്മത്തിനോ അർത്ഥത്തിനോ കാമത്തിനോ ആകുശലം ഹാനികരമായിട്ട് കിഞ്ചിൽ അഭിവാം എന്തെങ്കിലും സംഭവിച്ചുവോ.
ഈ ഗൃഹസ്ഥാശ്രമം കൊണ്ടാണ് യോഗികളല്ലാത്തവർക്കും കൂടിയിട്ട് യഥാർത്ഥത്തിൽ ആ യോഗികളുടെ ഭാവത്തിലെത്താൻ കഴിയും ഗൃഹസ്ഥാശ്രമം വഴി എന്നാണ് പറയണതേ. അങ്ങനെയുള്ള ആ ഈ ഗൃഹസ്ഥാശ്രമത്തിലാണ് ഭവതി ഇപ്പോൾ കഴിയണത്. അവിടെ ഭവതിയുടെ ഗൃഹത്തിൽ ഇങ്ങനെ ധർമ്മത്തിനോ അർത്ഥത്തിനോ കാമത്തിനോ എന്തെങ്കിലും ഹാനി സംഭവിച്ചുവോ? ഇനിയല്ല അപിവാദിതയോ ഭേദ്യ കുടുംബാസക്രയാത്വയാ ഗൃഹാൽ അപൂജിതായാത പ്രത്യുത്ഥാനേന വാക്വതിൽ. അങ്ങനെ ഓരോന്നെടുത്ത് ചോദിക്കുകയാണ് ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കൂടിയിട്ട്. അതായത് അതോ കുടുംബ ആസക്തയാത്വയ വീട്ടുകാര്യങ്ങൾ അങ്ങനെ ഓരോന്നങ്ങനെ മുഴുകി കഴിയുന്ന സമയത്ത് ഭവതിയാൽ ആതിഥയ അഭ്യത്യ അതിഥികൾ വന്നിട്ട് പ്രത്യുത്ഥാനേന അതായത് അവരെ എഴുന്നേറ്റ് സ്വീകരിക്കുക പോലും ചെയ്യാതെയും അപൂജിത ആദരിക്കപ്പെടാതെയും കൊച്ചിൽ വല്ലപ്പോഴും ഗൃഹാൽ യാത അവരെന്നിട്ട് വീട്ടിൽ നിന്ന് മടങ്ങി പോവുണ്ടായോ? ഈ അതിഥിയുടെ ദുഃഖത്തിനുള്ള കാരണങ്ങൾ ഓരോന്നോരോന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി സൂചിപ്പിക്കുകയാണ്. ഗൃഹേഷു യേഷ്വതിഥയോ നാർച്ചിതാ സകിലൈരവി യതി നിർയാന്തിതേ നൂനം പേരുരാജഗൃഹോപമാ. അതായത് അതിഥയ യേഷു ഗൃഹേഷു അതായത് വീട്ടിലെ ഒരു അതിഥി വന്നു വെച്ചാൽ ആ ഗൃഹത്തിൽ കുറച്ച് വെള്ളം വന്ന ഉടനെ തന്നെ ആദ്യം ജലം കൊടുത്ത് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് വേണം സ്വീകരിക്കാൻ. ഇനി ആ വെള്ളം കൊണ്ടുപോലും ആദരിക്കപ്പെടാതെ നിർയാന്തി എതി മടങ്ങിപ്പോകേണ്ടി വന്നാൽ ആ ഗൃഹങ്ങൾ ഏതുമാതിരിയാണ്? പേരുരാജഗൃഹോപമാ ഓരിക്കുറുക്കൻ്റെ മാളങ്ങളെന്ന് പറയും. കുറുക്കൻ്റെ മാളങ്ങളാണ് അതെന്ന് പറയുക. അതിന് തുല്യമാണ് തീർച്ച എന്ന് പറയുന്നത്. അതൊന്നും ഗൃഹസ്ഥാശ്രമമല്ല. അപ്പം അതായത് അതിഥികൾ വന്ന അതിഥി സൽക്കാരം വേണ്ട രീതിയിൽ ചെയ്യണം ഓരോ ഗൃഹസ്ഥനും. അപ്യഗ്നയസ്തു വേലായം നഹുദാഹവിഷാസരി ത്വയോദ്വിഗ്നതിയാ ഭദ്രേ പ്രോഷിരേ മയി കരിഹിജിൽ. ഹേ സതി ഭദ്രേ. അതേപോലെ തന്നെ സാധ്വിയും ശോഭനശീലയുമായിട്ടുള്ള അതിഥി കരിഹിജിൽ എപ്പോഴെങ്കിലും മയി പ്രോഷിതേ ഞാൻ ഗൃഹത്തിലില്ലാത്ത സമയത്ത് ഉദ്വിഗ്നതയാ വ്യസനിക്കുന്ന മനസ്സോടുകൂടി ത്വയാ ഭവതിയാൽ ആഗ്നയത്തു ശ്രൗതാഗ്നികളെ ഗൃഹത്തിലെപ്പോഴും ആ ഗൃഹസ്ഥാശ്രമത്തിലെ ആ ശ്രൗതാഗ്നികൾ അങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കണം. അതിൽ ഹവിഷാവേലായാം അഭിനഹൂത് അതായത് ഹവിസ് അർപ്പിക്കേണ്ട സമയത്ത് അത് വേണ്ട രീതിയിൽ ഹോമിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അഗ്നിയെ അഗ്നിയിൽ ഹോമം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ എങ്ങനെയാണ് അങ്ങനെ വല്ലതും ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. യൽ പൂജയാ കാമതുകൻ യാതി ലോകൻ ഗൃഹന്വിത ബ്രാഹ്മണോ നിശ്ച വൈ വിഷ്ണോ സർവദേവാത്മനോ മുഖം. എന്താണ് ഈ അഗ്നികളുടെ പ്രാധാന്യം? ബ്രാഹ്മണ അഗ്നി ച ബ്രാഹ്മണനും അഗ്നിയും സർവദേവാത്മന എല്ലാ ദേവന്മാരുടെയും ആത്മാവായ വിഷ്ണോ മുഖം വൈ മഹാവിഷ്ണുവിൻ്റെ മുഖമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യൽ പൂജയാ യാതൊരു ആ അഗ്നിയെ ആരാധിച്ചാൽ ഗൃഹാന്വിത ഒരു ഗൃഹസ്ഥാശ്രമി കാമതുകൻ ആഗ്രഹങ്ങളെ എല്ലാം അനുഭവിക്കത്തക്കായിട്ടുള്ള ലോകാന്യാദി പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അഗ്നിഹോത്രങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. അതിനെന്തെങ്കിലും തടസ്സം വരികയുണ്ടായോ ഭ്രംശം വരികയുണ്ടായോ ചോദിക്കണേ. അഭി സർവേ കുശലിന തവ പുത്ര മനസ്വിനി ലക്ഷേ അസ്വസ്ഥമാത്മാനം ഭവത്യാ ലക്ഷണൈരഹം. ഇങ്ങനെ ഓരോന്ന് ചോദിച്ചതിന് ശേഷം ഇനി ഭവതി പിന്നെയാണ് ചോദിക്കണേ. ഹേ മനസ്വിനി സന്മനസ്സുള്ളവളെ ലക്ഷണൈ ഭവത്യാ ആത്മാനം അസ്വസ്ഥം അഹം ലക്ഷയേ. ആ ഓരോരോ ലക്ഷണങ്ങളെ കൊണ്ട് ഭവതിയുടെ മനസ്സിനെ അസ്വസ്ഥമായിട്ട് ഞാൻ കാണുന്നു. എന്താണ് ഇനിയിപ്പോൾ ഇതൊന്നുമല്ല. തവ പുത്ര സർവേ അഭികുശലിന ഭവതിയുടെ പുത്രന്മാർക്ക് എല്ലാവർക്കും ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നത്. അതാ ഇതൊക്കെ കഴിഞ്ഞാൽ മക്കൾക്ക് വിഷമം എന്ന് വെച്ചാൽ എങ്ങനെയല്ല അമ്മയ്ക്ക് വിഷമം ഉണ്ടാവുമല്ലോ. അതാണ് ഒടുവിലാണ് അത് ചോദിച്ചത്. അതിഥിരുവാച ഭദ്രം ദ്വിജഗവം ബ്രഹ്മൻ ധർമ്മസ്യ അസ്യ ജനസ്യ ച ത്രിവർഗസ്യ പരം ക്ഷേത്രം ഗൃഹമേദിൻ ഗൃഹായിമേ.
അതിഥി. അപ്പോൾ അതിന് മറുപടി പറയുകയാണ് കശ്യപ പ്രജാപതിയോട്, ബ്രഹ്മൻ ഗൃഹമേദിൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയും ഗൃഹസ്ഥനുമായുള്ളവേ, അവളുടെ അതിഥിയുടെ ഭർത്താവായിട്ടുള്ളതാണ് ദ്വിജഗമാം. അതായത് അങ്ങയുടെ ഈ ഗൃഹത്തിലെ, ഞാൻ ഇവിടെ വസിക്കുന്ന അങ്ങയുടെ ഗൃഹത്തിൽ വസിക്കുന്ന സമയത്ത് ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ധർമ്മസ്യ ഗൃഹസ്ഥധർമ്മത്തിനും അസ്യ ജനസ്യ ഈ ഉള്ളവർക്കും ഭദ്രം ക്ഷേമം തന്നെ. ഇമേ ഗൃഹ, ഈ ഗൃഹസ്ഥാശ്രമങ്ങൾ ധർമാർത്ഥ കാമങ്ങളുടെ ഉന്നതമായ വിളനിലമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിനൊന്നും യാതൊരു ചൊരിയും വരുത്താണ്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാണ്. വീണ്ടും പറയാണ്, അഗ്നയോ അധിതയോ ഭൃത്യ ഭിക്ഷവോ യേ ച ലിപ്സവ സർവം ഭഗവതോ ബ്രഹ്മൻ അനുധ്യാനരിഷ്യതി. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനീൻ, ഭഗവതാ അനുധ്യാനാൽ, ഭഗവാനായ അങ്ങയുടെ ആ നിരന്തര ധ്യാനത്താൽ അഗ്നികൾ, അതുമാതിരി ഭൃത്യന്മാര്, ഭിക്ഷ ചോദിക്കുന്ന ഭിക്ഷുക്കള്, ലിപ്സവ അർത്ഥികളെ, ഇങ്ങനെ ആരെല്ലാം ഉണ്ടോ സർവം അവരാരും നരിഷ്യതി ക്ഷയിക്കുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങയുടെ ഇതാണ്, എനിക്ക് യാതൊരു കോട്ടവും ഇല്ല. അങ്ങയുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഇവിടെ വരുന്ന അതിഥികള് ഇതാണ് അതിഥികളൊക്കെ ഉചിതമായിട്ട് സൽക്കാരം ലഭിച്ചിട്ടുണ്ട്. ഭൃത്യന്മാരെ, ഭിക്ഷുക്കളെ, മറ്റു യാചകര്, ഇവർക്കും വേണ്ട തൃപ്തി ചെയ്യുന്ന കാരണം അതിൻ്റെയൊക്കെ കാര്യങ്ങളും ഞാൻ വേണ്ട രീതിയിൽ നോക്കുന്നില്ലെന്ന് പറയുകയാണ്. കാരണം എന്താണ്? കോനുമേ ഭഗവൻ കാമോ ന സമ്പദ്യേത മാനസ യസ്യാഭവൻ പ്രജാധ്യക്ഷ ഏവം ധർമ്മൻ പ്രഭാഷതേ. ഹേ ഭഗവൻ, അല്ലയോ ബ്രഹ്മജ്ഞനായിട്ടുള്ള പ്രജാധ്യക്ഷ, ഭവാൻ യസ്യ ഏവം ധർമാൻ പ്രഭാഷതേ, അങ്ങ് യാതൊരുവൾക്ക് ഇപ്രകാരമുള്ള ധർമ്മങ്ങളെ ഉപദേശിക്കുന്നുവോ ഞാൻ എൻ്റെ എൻ്റെ മാനസികമായ എന്ത് ആഗ്രഹമാണ് സമ്പദ്ധ്യത സാധിപ്പിക്കാതിരിക്കുക. അതായത് എനിക്ക് യാതൊരു വിഷമവും ഇല്ല എൻ്റെ സ്വന്തം കാര്യങ്ങളെ ആലോചിച്ചിട്ട്. കാരണം അങ്ങ് എൻ്റെ ഭർത്താവായിട്ട് ബ്രഹ്മജ്ഞനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അറിഞ്ഞുകൊണ്ട് അങ്ങ് അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്തു തരുന്നുണ്ട്. ഒരാഗ്രഹവും ഇനി നിറവേറ്റതാവാത്തതായിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാലോ ഇനി എന്താണ്? തവൈവ മാരീച മനഃശരീരജ പ്രജായിമാ സത്വരജസ്തമോജുഷ സമോഭവം താസ്വസുരാദിഷു പ്രഭോ തഥാഭിവക്രം ഭജതേ മഹേശ്വര. എന്താണ് വ്യസനം വെച്ചാൽ, ഹേ മാരീച പ്രഭോ, മരീചിപുത്രനായിട്ടുള്ള പ്രഭാവശാലിൻ, തവയവ അങ്ങയുടെ തന്നെ മനഃശരീരജ, അങ്ങയുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആയിട്ടുള്ള ഈ സന്താനങ്ങൾ സത്വരജസ്തമോജുഷ സാത്വികരും രാജസരും താമസരുമായിട്ടുണ്ടെന്ന് പറയാണ്. അതായത് ദേവന്മാര്, അസുരന്മാര്, ദാനവന്മാര്, മൃഗങ്ങള്, പക്ഷികൾ, ഇതെല്ലാം കശ്യപ പ്രജാപതിക്ക് ഓരോ ദശപുത്രിമാരിൽ ഉണ്ടായിട്ടുള്ള മക്കളാണല്ലോ. അപ്പം അവരെല്ലാവരും അങ്ങയുടെ മനസ്സെന്നോ ശരീരത്തിനോ ഉണ്ടായിട്ടുള്ളവരാണ്. പല 3 ഗുണങ്ങളെയും ആശ്രയിച്ചവരാണ് അവരൊക്കെ. താസു അവരിൽ ഭവാൻ അങ്ങയ്ക്ക് എല്ലാവരോടും, തൻ്റെ പുത്രന്മാരോടും എല്ലാവരോടും സമഭാവനയാണുള്ളത്. തഥാപി എങ്കിലും മഹേശ്വര, സർവേശ്വരൻ കൂടി ഭക്തം ഭജതേ, തന്നെ സേവിക്കുന്നവനെ, അതായത് തൻ്റെ ഭക്തനായിട്ടുള്ള ആളെ ഭജതേ ഭജിക്കുന്നു ഭഗവാൻ കൂടി അങ്ങനെയാണെന്ന് പറയുകയാണ്. അപ്പോ അതുകൊണ്ട് തസ്മാൽ ഈശ ഭജന്ത്യാമേ ശ്രേയശ്ചിന്തയ സുബ്രത ഹൃദശ്രിയോ ഹൃദസ്ഥാനൻ സവത്മൈ പാഹിന പ്രഭോ. അതുകൊണ്ട് ഹേ ഈശ, അങ്ങും ഭഗവാൻ തുല്യനായിട്ടുള്ള ആളാണ്, കഴിവുള്ള ആളാണ്, സുവ്രത, നല്ല വ്രത കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഹേ പ്രഭുവാണ്. അങ്ങ് എന്ത് ചെയ്യണം? അതിനാൽ ഭജന്ത്യാ മേ അങ്ങയെ ഭജിക്കുന്ന, അങ്ങയെ ആശ്രയിച്ചവളായിട്ടുള്ള എൻ്റെ ശ്രേയസ്സിനെ പറ്റി ആലോചിക്കണേ എന്ന് പറയാണ്. സപത്നൈ ഹൃദശ്രിയ, സപത്നീപുത്രന്മാരാൽ തട്ടിയെടുക്കപ്പെട്ട ഐശ്വര്യത്തോടും സ്ഥാനമാനങ്ങളോടും കൂടിയ പാഹി, ഞങ്ങളെ രക്ഷിക്കണേ, എൻ്റെയും എൻ്റെ മക്കളെയും രക്ഷിക്കണേ. അങ്ങയുടെ എല്ലാ പത്നിമാരുള്ള മക്കളോട് ഒരേ സ്നേഹമാണ്.
എന്നാണ്. പക്ഷെ അതേ സമയത്ത് ഈശ്വരൻ തൻ്റെ ഭക്തന്മാരോട് എങ്ങനെ പ്രത്യേകം സ്നേഹം കാണിക്കണം, അതുമാതിരി അങ്ങയെ ആശ്രയിച്ച എൻ്റെയും എൻ്റെ മക്കളെയും ഞങ്ങളോട് കുറച്ചൊരു കാരുണ്യം കാണിക്കണേ എന്നാണ് പറയണത്. എന്താ കാരണം? പരൈർവിവാസിദാസാഹം മഗ്നാവ്യസനസാഗരേ ഐശ്വര്യം ശ്രീര്യശ സ്ഥാനം ഹൃദാനി പ്രബലൈർമമ. പ്രബലൈർ പരൈ വിവാസിത, അതായത് ശക്തരായിട്ടുള്ള ശത്രുക്കളാൽ പുറത്താക്കപ്പെട്ട സാ അഹം ആ ഞാൻ വ്യസനസാഗരേ മഗ്ന സംസാര ദുഃഖമാകുന്ന സമുദ്രത്തിൽ അങ്ങനെ മുങ്ങിക്കഴിയാണെന്ന് പറയുകയാണ്. മമ ഐശ്വര്യം ശ്രീ യശ പിന്നെയോ എൻ്റെ എന്താണ് എൻ്റെ ഐശ്വര്യവും യശസമ്പത്തും കീർത്തിയും സ്ഥാനം പദവിയും എല്ലാം അവരാൽ ഹൃദാനി എൻ്റെ ശത്രുക്കളാൽ അപഹരിക്കപ്പെട്ടു. യഥാ താനി പുനഃ സാധോ പ്രപദ്യേരന്മമാത്മജ തഥാ വിധേയി കല്യാണം ദിയാ കല്യാണകൃത്തമാ. എൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ മക്കളുടെ സ്ഥാനം. എൻ്റെ മക്കൾ നന്നായി കഴിയുമ്പോഴല്ലേ എനിക്ക് സുഖം ഉണ്ടാവൂ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ കഴിഞ്ഞു അതില്ലേ. അതാ പറയണത്, ഹേ സാധോ, അതുകൊണ്ട് സാധുവായിട്ടുള്ള ശിവപ്രജാപതി കല്യാണകൃത്തമ മംഗളം ചെയ്യുന്നവരിൽ അഗ്രഗണ്യനായിട്ടുള്ളവനെ യഥാ മമ ആത്മജ പുനഃത്താനി, അതായത് എപ്രകാരമായാൽ എൻ്റെ പുത്രന്മാർ വീണ്ടും അവയെല്ലാം പ്രപദ്യേരൻ വീണ്ടെടുക്കാൻ പ്രാപ്തരാകുമോ തഥ അപ്രകാരത്തിലുള്ള കല്യാണം ഞങ്ങൾക്ക് അഭ്യുദയത്തിനുള്ള മാർഗത്തെ ധിയാ വിധേയി ആലോചിച്ച് പറഞ്ഞു തരണേ എന്നാണ് അതിഥിയുടെ പ്രാർത്ഥന. നേരത്തെ ദിതി കശ്യപ പ്രജാപതിയോട് പ്രാർത്ഥിച്ചു ഷഷ്ഠസ്കന്ധത്തിൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇന്ദ്രനെ നിഗ്രഹിക്കാനുള്ള അതല്ല പുത്രലാഭത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ അതിഥിയുടെ ആവശ്യം എന്തേ ഉള്ളൂ? തൻ്റെ പുത്രന്മാർക്ക് വന്നുള്ള ദുരിതവൃത്തി മാത്രമാണ്. അതിൽ അസൂയാദികളോ ദുഷ്ടവിചാരമോ ഒന്നുമില്ല. അവരിൽ നിന്ന് കയറ്റി തരണേ എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. കുറച്ചുകൂടി കൂടുതൽ സാത്വിക ഭാവമാണ് അതിഥിയുടെ ഈ ഇതിൽ പ്രാർത്ഥനയിലുള്ളത്. ശ്രീശുവാച ഏവമഭ്യർത്ഥിതോദിത്യ കസ്താമാഹ സ്മയന്നിവ അഹോ മായാബലം വിഷ്ണോ സ്നേഹബദ്ധമിതം ജഗൽ. ശ്രീശിവബ്രഹ്മർഷി പറയുകയാണ്, ഇപ്രകാരം ആദിത്യ അഭ്യർത്ഥിത, അതിഥിയാൽ അഭ്യർത്ഥിക്കപ്പെട്ട ക എന്ന് പറഞ്ഞ കശ്യപ പ്രജാപതി സ്മയന്നിവ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇതം ജഗൽ ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയുകയാണ് അദ്ദേഹം. സ്നേഹപാശത്താൽ അന്യോന്യം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വിഷ്ണു മായാബലം, ഭഗവാന്റെ മായാവിലാസം അഹോ അത്ഭുതാവഹം തന്നെ എന്നാണ് ചിന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് ആലോചിച്ച് നോക്കൂ, ഈ എത്രയിലും അതിഥിയുടെ സഹോദരിയുടെ പുത്രന്മാരാണ് എല്ലാം സമമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിക്ക് ഇത്ര വിഷമമൊന്നുമില്ല. കുറച്ചു കാലം തൻ്റെ മക്കൾ കഴിഞ്ഞു, ഇനി വേണമെച്ചാൽ തൻ്റെ സഹോദരിയുടെ മക്കളല്ലേ അവരും ആയിക്കോട്ടെ എന്നുള്ള രീതി അല്ലാണ്ട് ഇവിടെ ഇപ്പം എന്താണ് തൻ്റെ മക്കൾ എന്നുള്ള സ്നേഹബദ്ധ ഭാവമുണ്ട്, സ്നേഹപാശം. അതുകൊണ്ട് അതെന്താണ് ഭഗവാന്റെ ആ മായാബലം എന്നല്ലാണ്ട് എന്താ പറയാന്ന് ചോദിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന് മുന്നേ അത്ഭുതം തോന്നിയത് കശ്യപ പ്രജാപതിക്ക്. എന്നിട്ടോ ക്വദേഹോ ഭൗതികോ അനാത്മാ ക്വചാത്മാ പ്രകൃതേ പര കസ്യകേ പതിപുത്രാദ്യ മോഹേവ ഹി കാരണം. ആലോചിച്ച് നോക്കിച്ചാൽ ഭൗതിക പഞ്ചഭൂതാത്മകവും ആത്മാവല്ലാത്തതുമായിട്ടുള്ള ദേഹക്വ ഈ ശരീരം എവിടെ, പ്രകൃതേ പര ആത്മാച ക്വ പ്രകൃതിക്കും ഉപരിയായിട്ടുള്ള ആത്മാവ് എവിടെ, കസ്യകേ ആർക്ക് ആര്, പതിപുത്രാദ്യ ഭർത്താവ് പുത്രന്മാർ മുതൽ ഇതെല്ലാം ആലോചിച്ച് നോക്കിയാലേ ഒക്കെ ഈ ശരീരമായിട്ടുള്ള ബന്ധം കൊണ്ടല്ലേ ഒരാളുടെ ഭർത്താവ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരാളുടെ പുത്രൻ എന്ന് പറയുക. ഇതൊക്കെ ഉണ്ട് എവിടുന്നാണ്? എല്ലാം മോഹേവ ഹി കാരണം, വെറും വ്യാമോഹം മാത്രമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുകയാണ്. അതായത് യഥാർത്ഥത്തിലുള്ള തത്വം അറിയായകയാണ്. ഈ ശരീരം പഞ്ചഭൗതികമാണ്, അത് ആത്മാവല്ല. ആത്മാവ് നിന്നൊക്കെ വിട്ടിട്ട് പ്രകൃതിക്കും പരായിട്ട് നിൽക്കുകയാണെന്നുള്ള ആ യഥാർത്ഥ തത്വം അറിയാഞ്ഞിട്ടുള്ള ആ മോഹം കൊണ്ടാണ് ഇത്തരം ഭാവങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഉപദിഷ്ടസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം സർവഭൂതഗുഹാവാസം വാസുദേവം ജഗൽഗുരും.
എന്താണ്? ജനാർദ്ദനം പുരുഷം ദുഷ്ടനിഗ്രഹവും സ്വശിഷ്ടപരിപാലനവും ചെയ്യുന്നവനും മഹാപുരുഷനും സർവഭൂതഗുഹാവാസ് എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും ജഗദ്ഗുരും ഭഗവന്തം ലോകഗുരുവും ഭഗവാനുമായ വാസുദേവം ഉപദിഷ്ട സ്വഭവതി ആ മഹാവിഷ്ണുവിനെ തന്നെ ഉപാസിക്കൂ എന്നാണ് പറഞ്ഞത്. സവിധാസ്യതിരേ കാമൻ ഹരിർദീനാനുകമ്പന അമോഘാ ഭഗവൽ ഭക്തിർ നേതരേതി മതിർമവ. ആ സാക്ഷാൽ ശ്രീഹരി ദീനാനുകമ്പന, ദീനരിൽ അനുകമ്പയുള്ളവനാണ്. സ തേ കാമാൻ വിദാസ്യ, അദ്ദേഹം ഭവതിയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്നതാണ്. ഭഗവൽ ഭക്തി അമോഘ, ഒരിക്കലും നിഷ്ഫലമായി പോവില്ല. ഇതരാ വേറൊന്നും അപ്രകാരമല്ല. ഇതി മമമതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഭഗവാൻ അപ്പം എന്താണ്? ഭവതിയുടെ ഈ ദുഃഖം മാറ്റാൻ എന്തേ ഒരു മാർഗമുള്ളൂ? ഭഗവാനെ വധിക്കുക. ആ ഭഗവാന് മാത്രമേ ഇതിന് ഇതിലെ ഭവയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ എന്ന് പറയുകയാണ്. ഭവതിയെ ഭഗവാനെ ഉപാസിച്ചാൽ അതൊരിക്കലും വിഫലമായി പോവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അതിതിരുവാച കേനാഹം വിദിനാ ബ്രഹ്മൻ ഉപസ്ഥസ്യേ ജഗൽപതിം യഥാ മേ സത്യസങ്കൽപ്പോ വിദധ്യാൽ സമനോരഥം. ഹേ ബ്രഹ്മൻ, പ്രജാപതേ, കേന വിധിന, ഏത് വിധിപ്രകാരമാണ് അഹം ജഗത്പതിം ഉപാസ്ഥാസ്യേ, ആ ജഗത്പതിയായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കേണ്ടത്? സത്യസങ്കല്പ സത്യമായ മനസ്സങ്കല്പത്തോടു കൂടിയ അദ്ദേഹം മേ മനോരഥം, എൻ്റെ മനോരഥത്തെ യഥാ എപ്രകാരമായാൽ വിദധ്യാൽ നിറവേറ്റിത്തരും. അതുകൂടി പറഞ്ഞു തരണേ. ആദിശ ത്വം ദ്വിജശ്രേഷ്ഠ വിധിം തതുപധാവനം ആശുതുഷ്യതി മേ ദേവ സീതന്ത്യാ സഹപുത്രകൈ. അതുകൊണ്ട് ഹേ ദ്വിജശ്രേഷ്ഠ, ബ്രാഹ്മണോത്തമ, പുത്രകൈ സഹ സീതന്ത്യ, മക്കളോടുകൂടി ഇങ്ങനെ ദുഃഖിക്കുന്ന മേ മയി ദേവ ഭഗവാൻ തുഷ്യതി, എന്നിൽ ഭഗവാൻ എങ്ങനെ പ്രസന്നനാകുമോ അതിനുതകുന്ന തതുപധാവനം, ഭഗവത് ഉപാസനയ്ക്കുള്ള വിധിയെ ത്വം ആദിശ, അങ്ങനെക്ക് ഉപദേശിച്ചു തന്നാലും എന്ന് പറയുകയാണ്. അപ്പോഴാണ് കശ്യപോ വാച ഏതന്മേ ഭഗവൻ പൃഷ്ട പ്രജാകാമസ്യ പത്മജ യദാഹരേ പ്രവക്ഷ്യാമി വ്രതം കേശവതോഷണം. മയാ പൃഷ്ട, ഞാൻ പണ്ട് ഒരു ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ച സമയത്ത് ഭഗവാൻ പത്മജ, ആ ഭഗവാൻ ബ്രഹ്മാവ് പ്രജാകാമസ്യമേ, സന്താനത്തെ ആഗ്രഹിക്കുന്നവനായ എനിക്ക് കേശവദോഷം, അതിനെന്താണ് വേണ്ടത്? അവിടെയും ഏത് പ്രവർത്തിക്കും എന്താ വേണ്ടത്? കേശവദോഷം. അപ്പം വിഷ്ണുപ്രീതിക്ക് ഉതകുന്നതായിട്ടുള്ള ഒരു വ്രതം വന്ന് എനിക്ക് പറഞ്ഞു തരുണ്ടായി. ആ വ്രതത്തെ എനിക്ക് ബ്രഹ്മാവ് ഉപദേശിച്ചു തന്നുവല്ലോ, അതിനെ ഏതൽ തേ പ്രവക്ഷ്യാമ, ആ വ്രതത്തെ ഞാൻ ഭവതിക്ക് പറഞ്ഞു തരാമെന്ന് പറയാണ്. പയോവ്രതം എന്നാണ് ഇതിന് പേര്. ഫാൽഗുനശ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രത അർച്ചയേരവിന്ദാക്ഷം ഭക്ര്യാ പരമയന്വിത. ഫാൽഗുനസ്യ അമലേ പക്ഷേ, ഫാൽഗുനമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ദ്വാദശാഹം 12 ദിവസം പരമയാ ഭക്ര്യ അന്വിത, ഏറ്റവും ഭക്തിയോടുകൂടി പയോവ്രതത്തോടു കൂടിയവനായിട്ട് അരവിന്ദാക്ഷം അർച്ചയിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കണം. എന്താ ഈ പയോവ്രതം എന്ന് പറഞ്ഞാൽ? പാല് മാത്രം ആഹാരമായിട്ട് കഴിക്കുന്ന ഒരു വ്രതം എന്നാണ് അർത്ഥം. വ്രത നിയമങ്ങൾ പറയുകയാണ്. സിനീവാല്യമൃതാലിപ്യ സ്നായാൽ ക്രോഡവിതീർണയ യതി ലഭ്യേത വൈ സ്രോത സ്യേതം മന്ത്രമുദീരയേ. യതി ലഭ്യേത വൈ, കിട്ടുമെങ്കിൽ ക്രോഡവിതീർണയാ മൃത, കാട്ടുപന്നി കുത്തി ഇളക്കിയിട്ടുള്ള മണ്ണുണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ട് മേലിലൊക്കെ തേച്ച് സിനീവാല്യം അമാവാസി ദിവസം സ്രോതസി ഒഴുകുന്ന വെള്ളത്തിൽ സ്നായാൽ കുളിക്കണം, സ്നാനം ചെയ്യണം. അതിനുശേഷം ആ ഏതം മന്ത്രം ഉദീരയിൽ, ആ സമയത്ത് കുളിക്കുന്ന സമയത്ത് ഈ മന്ത്രത്തെ ജപിക്കുകയും വേണം. എന്താണ്? ത്വം ദിവ്യാദിവരാഹേണ രസായാസ്ഥാനമിച്ഛത ഉദ്ധൃതാസി നമസ്തുഭ്യം പാപ്മാനം മേ പ്രണാശയ. ഹേ ദേവി,
ഭൂമിദേവിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ദേവി ത്വം സ്ഥാനം ത്വം സ്ഥാനം ഭവതി എങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് വാസസ്ഥാനം ഇച്ഛിക്കുന്ന സമയത്ത് ആദിവരാഹേണ രസായ ഉദ്ധൃത ആസി. ആ ആദിവരാഹമൂർത്തിയാൽ രസാതലത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരപ്പെട്ടവളാകുന്നു. മേ പാത്മാനം പ്രണാസി, എൻ്റെ പാപത്തെ മുഴുവൻ അശേഷം നശിപ്പിക്കണേ. തുഭ്യം നമ എന്ന് ഭൂമിദേവിയെ നമസ്കരിക്കണം. അതിന് ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിവർത്തിതാത്മനിയമോ ദേവമർച്ചേൽ സമാഹിത അർച്ചായം സ്ഥണ്ടിലേ സൂര്യേ ജലേ അന്നൗരാവവി. അതിനുശേഷം നിവർത്തിത ആത്മനിയമ നിത്യനൈമിത്തിക കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം, കുളിയൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അർച്ചായാം പ്രതിമയിലോ സ്ഥണ്ടിലെ നിലത്തോ സൂര്യേ ആദിത്യനിലോ ജലേ ജലത്തിലോ വന്നൗ അഗ്നിയിലോ അഭിഗുരു അല്ല ആചാര്യനല്ലോ സമാഹിത ഏകാഗ്രഭക്തിയോടെ ദേവം അർച്ചെ മഹാവിഷ്ണുവിനെ പൂജിക്കണം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂതനിവാസായ വാസുദേവായ സാക്ഷിണേ. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഭഗവാനെ പൂജിക്കേണ്ടത്. ഭഗവതേ മഹീയസേ പുരുഷായ ഭഗവാനും മഹാനായ പുരുഷനും സർവഭൂതനിവാസായ സമസ്ത ജീവജാലങ്ങളിലും വസിക്കുന്നവനും സർവസാക്ഷിയും വാസുദേവനുമായ അങ്ങയ്ക്ക് നമസ്കാരം. നമോ വ്യക്തായ സൂക്ഷ്മായ പ്രധാന പുരുഷായ ചതുർവിംശൽ ഗുണജ്ഞായ ഗുണസംഖ്യാന ഹേതവേ. വ്യക്തായ സ്ഥൂലരൂപിയായും സൂക്ഷ്മായ സൂക്ഷ്മരൂപിയായും പ്രധാന പുരുഷായ മൂലപ്രകൃതിയായും ജീവാത്മാവായും ചതുർവിംശൽ ഗുണജ്ഞായ 24 ഗുണങ്ങളുടെ അറിവുള്ളവനായും ഗുണസംഖ്യാനഹേതവേച നമ ഗുണസംഖ്യാനുരൂപമായ സാഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവുമായ അങ്ങയ്ക്ക് നമസ്കാരം. നമോ ദ്വിശീഷ്ണേ ത്രിപദേ ചതുശൃംഗായ തന്തവേ സപ്തഹസ്തായ യജ്ഞായ ത്രയീവിദ്യാത്മനേ നമഃ. ദ്വിശീർഷ്ണേ 2 ശിരസ്സുകളോടും ത്രിപദേ 3 പാദങ്ങളോടും ചതുശൃംഗായ 4 വിരിവുകളോടും അതായത് 4 കൊമ്പുകളോടും സപ്തഹസ്തായ 7 കൈകളോടും ത്രയീവിദ്യാത്മനെ വേദമന്ത്രത്താൽ നിബദ്ധമായ ആത്മസ്വരൂപത്തോടു കൂടിയവനും കർമ്മഫലങ്ങളെ നൽകുന്നവനുമായ യജ്ഞായ തന്തവേ യജ്ഞായ യജ്ഞസ്വരൂപിക്കായി നമ നമ വീണ്ടും നമസ്കാരം. ചത്വാരി ശൃംഗാത്രയോ അസ്യ പാദ ദ്വേ ശീർഷേ സപ്തഹസ്താസോ അസ്യ ത്രിധാബദ്ധോ വൃഷഭോ രോരവീതി മഹാദേവോ മർത്യാൻ ആവിവേശ എന്ന വേദത്തിലുള്ള ഋഗ്വേദ മന്ത്രമാണ്. അത് ശ്രീദേവി ഉദ്ധരിക്കണം. എന്താണ് ഇതിൻ്റെ ആ യജ്ഞപരമായിട്ടുള്ള അർത്ഥമാണ് മേലെ കൊടുത്തുള്ളത്. അതായത് യജ്ഞത്തെ ഒരു കാളയോട് ഉൽപ്രേക്ഷിക്കുകയാണ്. അഗ്നിപരമായിട്ടും വ്യാകരണപരമായിട്ടും ഒക്കെ അതിന് അർത്ഥങ്ങളുണ്ടെന്നാണ് പറയണത്. എന്താണ് ബ്രഹ്മൗദനം പ്രവർഗ്യം ഇതൊക്കെയാണ് അതിൻ്റെ 2 ശിരസുകൾ. ദ്വിശീർഷ എന്ന് പറഞ്ഞില്ലേ. പിന്നെ പ്രാതസവനം മാധ്യന്തിന സവനം തൃതീയ സവനം ഇങ്ങനെ 3 പാദസവനങ്ങൾ. അതിനാണ് 3 പാദങ്ങൾ. പിന്നെ വേദങ്ങളാകുന്ന 4 കൊമ്പുകളോട് കൂടിയിട്ടുള്ള സപ്ത ഛന്ദസ്സുകളാകുന്ന ഹസ്തങ്ങളോട് കൂടിയിട്ടുള്ള ത്രൈവിദ്യയാകുന്ന ആത്മാവോടും കൂടിയനായിട്ടുള്ള കർമ്മഫലം വരുന്നവനുമായിട്ടുള്ള യജ്ഞസ്വരൂപനായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് ആ ഋഗ്വേദ മന്ത്രത്തിൻ്റെ അർത്ഥം ഭാഗവത്തിൽ വരുമ്പോഴേക്കും. പിന്നെയോ നമഃശിവായ രുദ്രായ നമഃ ചക്രിധരായ ച സർവവിദ്യാധിപതയേ ഭൂതാനാം പതയേ നമഃ. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനെ യോഗൈശ്വര്യശരീരായ നമസ്തേ യോഗഹേതവേ. നമസ്തേ ആദിദേവായ സാക്ഷിഭൂതായ തേ നമഃ. നാരായണായ ഋഷയേ നരായ ഹരയേ നമഃ. നമോ മരകതശ്യാമരുചയേ അധിഗതശ്രിയേ കേശവായ നമസ്തുഭ്യം. നമസ്തേ വീരവാസസേ ത്വം സർവവരദ പുംസം വരണ്യ വരദർഷഭ. അവസ്തേ ശ്രേയസേ ധീര പാദരേണുമുപാസതേ അന്വവർത്തന്ത യം ദേവാ
ശ്രീശ്ച തൽപാദപത്മയോ സ്പൃഹയന്ത ഇവാമോദം ഭഗവാൻ മേ പ്രസീദതാം. അങ്ങ് സാക്ഷാൽ ശിവനാണ്, മംഗളസ്വരൂപനായിട്ടുള്ള ശിവൻ. ഒപ്പം തന്നെ ഭീകരമൂർത്തിയായിട്ടുള്ള രുദ്രനുമാണ്. ശക്തിധരനായിട്ടുള്ള അന്ന് ആയുധം ധരിച്ചവനായിട്ടുള്ള സുബ്രഹ്മണ്യമൂർത്തിയാണ് അങ്ങ്. എല്ലാ വിദ്യകളുടെയും അധിപതിയാണ് അങ്ങ്. അതുമാതിരി എല്ലാ ജീവജാലങ്ങളുടെയും രക്ഷകനാണ്. ആദിയിൽ സ്വർണമയമായ അണ്ഡത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിരാട് പുരുഷനായി വന്നവനാണ് അങ്ങ്. ലോകത്തിൻ്റെ പ്രാണനാണ്, ആത്മാവുമാണ് അങ്ങ്. യോഗചര്യ വഴി സമ്പാദിക്കപ്പെടുന്ന എല്ലാ സിദ്ധികളുടെയും മൂർത്തിമൽ ഭാവമാണ് അങ്ങ്. യോഗങ്ങൾക്കെല്ലാം കാരണഭൂതനാണ്, ആദിദേവനാണ്, ജഗത്തിൻ്റെ മുഴുവൻ സാക്ഷിയാണ് അങ്ങ്. മഹർഷിവര്യനായിട്ടുള്ള സാക്ഷാൽ നാരായണനാണ്, നരനാണ് അങ്ങ്. പിന്നെയോ സർവ്വപാപങ്ങളെയും ഹരിക്കുന്നവനാണ് അങ്ങ്. ആ നല്ല മരതകക്കല്ലിനൊത്ത നല്ല ശ്യാമവർണ്ണനാണ്. മൂർത്തിമത്തായ സ്ത്രീത്വത്തെ പോലും കവച്ചു വെച്ചവനാണ് അങ്ങ്. അധികത സ്ത്രീയെ, അതാണ് സ്ത്രീയെ കവച്ചു വെച്ചവനാണെന്ന് പറയണത്. പിന്നെയോ കേശവനാണ് അങ്ങ്, മഞ്ഞപ്പെട്ട് ധരിച്ചവനാണ് അങ്ങ്, സർവശ്രേഷ്ഠനാണ്, വരതരിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യനാണ് അങ്ങ്. മനുഷ്യന്മാർക്ക് എന്ത് അഭിഷ്ടങ്ങളുണ്ടോ അതെല്ലാം വരാൻ ആയിട്ട് നൽകുന്നവനാണ് അങ്ങ്. അപ്രകാരം എല്ലാം ആകുകയാൽ അങ്ങ് എങ്ങനെയാണ് അങ്ങയെ ഈ ശ്രേയസ്കാമന്മാരായിട്ടുള്ള എല്ലാ ധീരാത്മാക്കളും അങ്ങയുടെ ശ്രീപാദരേണുക്കളെ ആശ്രയിക്കുന്നു. സർവ്വദേവന്മാരും എന്ന് മാത്രമല്ല ലക്ഷ്മി ഭഗവതി പോലും അങ്ങയുടെ ആ തൃപ്പാദപത്മത്തിലെ സുഗന്ധം ആസ്വദിക്കാൻ അഭിലഷിക്കുന്നവളാണ്. അപ്രകാരം എല്ലാം ഇരിക്കുന്ന ആ ഭഗവാൻ മഹാവിഷ്ണുവിന് വീണ്ടും 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 നമസ്കാരം. ഈ മന്ത്രജപത്തിൻ്റെ ഫലമായിട്ട് എന്നിൽ പ്രസാദിക്കണേ ഭഗവാൻ മേ പ്രസീദതാം. ഏതൈർമന്ത്രൈർ ഋഷീകേശം ആവാഹന പുരസ്കൃതം അർച്ചയിൽ ശ്രദ്ധയായുക്ത പാദ്യോപസ്പർശനാദിവേ. ഇപ്രകാരമുള്ള ഈ മന്ത്രങ്ങൾ കൊണ്ട് ആവാഹനം ചെയ്ത് സ്വീകരിക്കപ്പെട്ട ഋഷീകേശ മഹാവിഷ്ണുവെ ശ്രദ്ധയായുക്ത, ശ്രദ്ധയോടുകൂടിയവനായിട്ട് പാദ്യോപസ്പർശനാദിവി, പാദ്യം, അർഘ്യം, ആചമനീയം മുതലായ ഉപചാരങ്ങളെ കൊണ്ട് വേണ്ട രീതിയിൽ അർച്ചിക്കണം. അതിനുശേഷം അർച്ചിത്വാ ഗന്ധമാല്യാദ്യൈ പയസാസ്നപയൈൽ വിഭും വസ്ത്രോപവീതാവരണ പാദ്യോപസ്പർശനൈസ്തഥാ ഗന്ധധൂപാദിവിശ്ചാർച്ചൈർ ദ്വാദശാക്ഷരവിദ്യയാ ഓം നമോ ഭഗവതേ വാസുദേവായ. അതാണ് ദ്വാദശാക്ഷര വിദ്യ. അതുകൊണ്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഗന്ധമാല്യാദ്യൈ, ചന്ദനം, പൂ, മാല, ഇവയെ കൊണ്ട് വിഭും അർച്ചിത്വ, ഭഗവാനെ അർപ്പിച്ച ശേഷം പയസ, പ്രതിമയാണെങ്കിൽ പാലുകൊണ്ട് സ്നപയിൽ അഭിഷേകം ചെയ്യണം. അതിനുശേഷം വസ്ത്രോപവീത ആഭരണ പാദ്യോപസ്പർശനാദിവി, വസ്ത്രം, അംഗവസ്ത്രം കൊടുക്കുക, യജ്ഞോപവീതം കൊടുക്കുക, അലങ്കാരങ്ങള്, പാദ്യം, ആചമനം ഇത്യാദികളാലും സുഗന്ധധൂപം മുതലായവയാലും വീണ്ടും പൂജിക്കണം. ശ്രുതം പയസി നൈവേദ്യം ശാല്യന്നം വിഭവേ സതി സസർപ്പി സഗുണം ദത്വാ ജുഹുയന്മൂലവിദ്യയാ വിഭവേ സതി. ഇത് ഇനിയല്ല, നല്ല കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ പയസി, പാലിൽ ശ്രുതം, പാകം ചെയ്യപ്പെട്ട ശാല്യന്ന, നെല്ലരിയുടെ ഹവിസ്, അതായത് നല്ല പാൽപ്പായസം, അത് ശർക്കരപ്പൊടിയൊക്കെ ചേർത്തിട്ട്, സഗുണം, ശർക്കരപ്പൊടി പഞ്ചസാര ചേർത്താണ് അതൊന്നും ഉണ്ടാക്കാറ് നമ്മൾ. സസർപ്പിയയിൽ നെയ്യൊഴിച്ച് നിവേദ്യമായിട്ട് ദത്വ അർപ്പിച്ച ശേഷം മൂലവിദ്യയാ ജുഹയാൽ, മൂലമന്ത്രം ജപിച്ചുകൊണ്ട് എന്താണ് ഓം നമോ നാരായണായ, അതാണ് മൂലമന്ത്രം. അത് ജപിച്ചുകൊണ്ട് അഗ്നിയിൽ ഹോമിക്കണം. നിവേദിതം തദ്ഭക്തായ ദദ്യാൽ ഭുഞ്ജീതവാ സ്വയം ദത്വാചമനമർച്ചിത്വാ താംബൂലം ച നിവേദയേ. അങ്ങനെ നിവേദിതം തൽ, നിവേദിച്ച ആ പായസത്തെ ഭക്തായ ഒരു ഭഗവത് ഭക്തന് ദദ്യാൽ കൊടുക്കണം. സ്വയം താൻ തന്നെ ഭുഞ്ജീതവാ, അതിനുശേഷം താനും കുറച്ച് കഴിക്കുകയോ ആവാം. ആചമനം ദത്വ, അതിനുശേഷം ആചമന ജലം അർപ്പിച്ച ശേഷം വീണ്ടും ജലഗന്ധ പുഷ്പാദികൾ അർച്ചിച്ചിട്ട് താംബൂലം ച നിവേദിയിൽ, വെറ്റിലയും ബാക്കുമൊക്കെ നിവേദിക്കണം.
ജപേൽ അഷ്ടോത്തരശതം സ്തുവീത സ്തുതിഭി പ്രഭും കൃത്വാ പ്രദക്ഷിണം ഭൂമൗ പ്രണമേൽ ദണ്ഡവൻ മുതാ. അതിനുശേഷം അഷ്ടോത്തരശതം 108 മൂലമന്ത്രം ജപിക്കണം. എന്നിട്ടോ സ്തോത്രങ്ങളാൽ പ്രഭും ഭഗവാനെ സ്തുതിക്കുകയും വേണം. മുതാ പ്രദക്ഷിണം കൃത്വ സന്തോഷത്തോടുകൂടി പ്രദക്ഷിണം ചെയ്തിട്ട് ഭൂമൗ ദണ്ഡവൽ പ്രണമേൽ ഭൂമിയിൽ അങ്ങനെ വീണിട്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. കൃത്വാ ശിരസി തച്ഛേഷം ദേവമുദ്വാസയേൽ തഥാ വിവരൻ ഭോജയേൽ വിപ്രൻ പായസേന യഥോചിതം. തച്ഛേഷം അവശേഷിച്ച നിവേദ്യവസ്തു ശിരസി കൃത്വ വെച്ച് തൻ്റെ ശിരസിൽ വെച്ചിട്ട് ഉദ്വാസയേൽ ഉദ്വസിക്കണം. അതിൽ പിന്നെ യഥോചിതം ദ്വിവരാൻ വിപ്രൻ ഔചിത്യം പോലെ 2 ബ്രാഹ്മണരെയെങ്കിലും പായസ സമേതം ഭോജയേൽ ഭുജിപ്പിക്കണം. അതിനുശേഷം ഭുഞ്ചീതൈരനുജ്ഞാത ശേഷം ശ്രേഷ്ഠ സവാലിതൈ ബ്രഹ്മചര്യതത്രാത്യം ശോഭൂതേ പ്രഥമേഹനി സ്നാത ശുചിര്യതോക്തേന വിധിനാസു സമാഹിത പയസാ സ്നാപയിത്വാർച്ചേൽ യാവൽ വ്രതസമാപനം. സഭാജിതൈ തൈ അതായത് ആദരവോടെ സ്വീകരിക്കപ്പെട്ട ആ ബ്രാഹ്മണരാൽ അനുവാദം ലഭിച്ച ആദ്യം 2 ബ്രാഹ്മണരെ പൂജിച്ച് അവരെ ഭക്ഷണം കൊടുത്ത് നിവേദ്യം കൊടുത്ത് സന്തോഷിപ്പിക്കണം. അവരുടെ അനുവാദത്തോടു കൂടിയിട്ട് ശേഷം അവശേഷിച്ച അന്നം ഇഷ്ടജന സമേതനായിട്ട് ഭുഞ്ചി താൻ മാത്രമല്ല തൻ്റെ ബന്ധുക്കളോട് എല്ലാവരോടും കൂടി അത് കഴിക്കണം കേട്ടോ. അതിൽ പിന്നെ അന്നത്തെ രാത്രിയിൽ ബ്രഹ്മചാരി വ്രതം പാലിക്കണം. പ്രഥമേ അഹനി പ്രഥമ ദിവസത്തിൽ നേരം പുലരുമ്പോൾ സ്നാതശുചി കുളിച്ച് ശുചിയോടെ യഥോക്തേന വിധിന മുൻപറഞ്ഞ അതേ പ്രകാരം സുസമാഹിത ചിത്തമായിട്ട് വ്രതസമാപനം ഈ വ്രതത്തിൻ്റെ പരിസമാപ്തിയാവൽ വരേക്കും ഇതുപോലെ പയസാ സ്ഥാപയിത്വ പാലുകൊണ്ട് ഭഗവത് പ്രതിമയിൽ അഭിഷേകം ചെയ്ത് അർച്ചിക്കണം. ഇങ്ങനെ പ്രഥമത്തെ കാര്യം പറഞ്ഞു. അതുമാതിരി 12 ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാണ്. ഇങ്ങനെ പയോപക്ഷോ വ്രതമിതം ചരേൽ വിശ്വർച്ചനാധൃത പൂർവവൽ ജുഹുയാൽ അഗ്നിം ബ്രാഹ്മണാംശാവിഭോജയേൽ. വിഷ്ണുർച്ചനാധൃത വിഷ്ണുപൂജയിൽ ആദരവോടു കൂടിയിട്ട് പാല് മാത്രം ആഹാരമായുള്ള ഇതം വ്രതം ഈ വ്രതത്തെ ചരേൽ അനുഷ്ഠിക്കണം. എങ്ങനെ പൂർവവൽ മുമ്പത്തെ പോലെ അഗ്നിയെ ഹോമിക്കണം. ബ്രാഹ്മണനെ ഭോജയിൽ ഊട്ടുകയും വേണം. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യണം. നേരത്തെ പറഞ്ഞ ഇത് 12 ദിവസവും ആദ്യം പറഞ്ഞതൊക്കെ ഓരോ ദിവസവും ചെയ്യണം കേട്ടോ. ഏവം ത്വഹരഹ കുര്യാൽ ദ്വാദശാഹം പയോവ്രത ഹരേരാരാധനം ഹോമം അർഹണം ദ്വിജതർപ്പണം. അഹരഹ എല്ലാ ദിവസവും ഏവം ഇപ്രകാരം പയോവ്രത പാലു മാത്രം ആഹാരമാക്കി ദ്വാദശാഹം 12 ദിവസം ഹരേ ആരാധന ശ്രീഹരിയെ ആരാധിക്കലും ഹോമവും പൂജയും ദ്വിജതർപ്പണം ബ്രാഹ്മണ ഭോജനവും കുര്യാൽ ചെയ്യേണ്ടതാണ്. ഇത് പറഞ്ഞ വിധികളൊക്കെ വേണ്ട രീതിയിൽ 12 ദിവസവും ആചരിക്കണം. എന്നിട്ടോ പ്രതിപദ്ദിനമാരഭ്യ യാവൽ ശുക്ലത്രയോദശി ബ്രഹ്മചര്യമധസ്വാപം സ്നാനം ത്രിഷവണം ചരേൽ. ഈ തുടങ്ങിയുള്ള പ്രതിപൽ ദിനം പ്രഥമ ദിവസം ആരംഭിച്ചിട്ട് യാവൽ ശുക്ലത്രയോദശി ഇതിൽ അധസ്വപ്നം എന്ന് പറഞ്ഞാൽ അധസ്വപ്നം അധസ്വാപം രണ്ടും വിരോധമില്ല. സ്വാപം ഉറങ്ങണേനാണ് സ്വാപം. അതായത് താഴത്ത് നിലത്ത് കിടന്ന് ഉറങ്ങാം എന്നാണ് പറയണത്. ബ്രഹ്മചര്യമധസ്വാപം അതായത് ഈ 12 ദിവസവും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. പിന്നെയോ നിലത്ത് കിടന്നുറങ്ങണം. അധസ്വാപം തന്നെയാണ് ശരി. ത്രിഷവണം 3 നേരവും കുളി മുതലായതെല്ലാം അനുഷ്ഠിക്കണം. വർജയേൽ അസദാലാപം ഭോഗാനുച്ചാവജം സ്ഥതാ അഹിംസ സർവഭൂതാനാം വാസുദേവപരായണ. ഈ ദിവസങ്ങളിലൊക്കെ അസദാലാപം ആണ്. ഇതാണ് ഭോഗാൻ വർജയിൽ വിശേഷപ്പെട്ട സുഖഭോഗങ്ങളെയും ദുർജനങ്ങളോടുള്ള സംസർഗത്തെയൊക്കെ ഈ സമയങ്ങളിൽ ഉപേക്ഷിക്കണം. സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങളോടും അഹിംസാബുദ്ധി കൂടിയിരിക്കണം. വാസുദേവപരായണ വാസുദേവനെ നന്നായി ധ്യാനിച്ചുമിരിക്കണം. എല്ലാവരോടും സ്നേഹത്തോടു കൂടിയിട്ട് ആരോടും വൈരഭാവം ഇല്ലാണ്ട് ഇരിക്കണം എന്ന് പറയുകയാണ് ഈ സമയങ്ങളിൽ.
ത്രയോദശ്യം അധോ വിഷ്ണോസ്തവനം പഞ്ചകൈർവിഭോ കാരേൽ ശാസ്ത്രദൃഷ്ടേന വിധിനാ വിധിയോ വിലൈ. അധോ അനന്തരം ഈ 12 ദിവസത്തിന് ശേഷം ത്രയോദശി നാൾ വിഭോ വിഷ്ണു വൈഭവശാലിയായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിനെ ശാസ്ത്രദൃഷ്ടേന വിധിന ശാസ്ത്രോക്തമായ വിധിപ്രകാരം പഞ്ചകൈ 5 ദ്രവ്യങ്ങളാലുള്ള സ്നപനം അഭിഷേകത്തെ വിധികോവിധൈ ശാസ്ത്രവിധികളിൽ അറിവുള്ള നിപുണന്മാരായവരെ കൊണ്ട് കാരയേൽ ചെയ്യിപ്പിക്കണം. പൂജം ച മഹതിം കുല്യൽ വിത്തഷഡ്യവിവർജിത ചരും നിരൂപ്യ വയസി ശിവിവിഷ്ടായ വിഷ്ണവേ ശ്രുതേന തേന പുരുഷം യജേത സുസമാഹിത നൈവേദ്യം ചാതിഗുണവൽ ദദ്യാൽ പുരുഷതുഷ്ടിത. അതിനുശേഷം ശിവിവിഷ്ടായ, അതായത് പശുക്കളിൽ യജ്ഞരൂപേണ പ്രവേശിച്ചവനായ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ശിവിവിഷ്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശിവിവിഷ്ടനായിട്ടുള്ള വിഷ്ണുവിന് മഹാവിഷ്ണുവിനായിക്കൊണ്ട് വിത്തശാഠ്യ വിവർജിത പണം ചെലവഴിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കൂടാണ്ട് മഹതീം പൂജ വിസ്തരിച്ച് തന്നെ പൂജയും കുല്യാൽ നടത്തേണ്ടതാണ്. പയസി ചരും നിരൂപ്യ പാലിൽ ഹവിസിനെ പാകം ചെയ്തെടുത്ത് സുസമാഹിത ഏകാഗ്ര ചിത്തനായിട്ട് തേന ശ്രുതേന ആ പാകം ചെയ്ത ചരുകൊണ്ട് ഭഗവാനെ പുരുഷം യജേത ഭഗവാനെ സങ്കല്പിച്ച് ആഹൂതി നടത്തുകയും പുരുഷതുഷ്ടിത ഭഗവാന് ഇഷ്ടമുള്ളതും ഗുണവൽ ഗുണം തികഞ്ഞതുമായ ആ നൈവേദ്യത്തെ ദദ്യാൽ അർപ്പിക്കുകയും ചെയ്യണം. ആചാര്യം ജ്ഞാനസമ്പന്നം വസ്ത്രാഭരണധേനുഭി തോഷയിൽ ഋത്വിജശ്ചൈവ തദ്വിദ്യാരാധനം ഹരേ. ഒപ്പം തന്നെ ജ്ഞാനസമ്പന്നം ആചാര്യൻ നല്ല അറിവുള്ളവനായിട്ടുള്ള തൻ്റെ ആചാര്യനെയും ഋത്വിജ ച ഏവ ഋത്തിക്കുകളെയും വസ്ത്രാഭരണധേനുവി വസ്ത്രങ്ങള് ആഭൂഷണങ്ങള് പശുക്കൾ എന്നൊക്കെ വേണ്ട രീതിയിൽ ദാനം ചെയ്തിട്ട് അവരെയൊക്കെ സന്തോഷിപ്പിക്കണം. അത് ഹരേ ആരാധനം വിധി. ഇങ്ങനെ ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാച്ച എന്താണ് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമാണ് അതെന്ന് മനസ്സിലാക്കണം. ഭോജയേൽ തൻ ഗുണവത സദന്നേന ശുചിസ്മിതേ അന്യാംശ്ച ബ്രാഹ്മണാൻ ശക്യായേ ച തത്ര സമാഗതാ. ഏ ശുചിസ്മിതേ സുന്ദരിയായി പുഞ്ചിരിക്കുന്നവളെ എന്ന് അതിഥിയെ വിളിച്ചുകൊണ്ട് കശ്യപ പ്രജാപതി പറയുകയാണ്. അതിനുശേഷം താൻ ഗുണവതാ സദ അന്യേന ബോധയേൽ ഇവർ നേരത്തെ പറഞ്ഞില്ലേ, അതായത് തൻ്റെ ആചാര്യൻ അതുമാതിരി ഋത്തിക്കുകൾ അവരെയൊക്കെ വസ്ത്രാഭരണം കൊടുത്തതിന് ശേഷം നല്ല സദന്യേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വിക ഭക്ഷണം കൊണ്ട് അതെങ്ങനെ ഗുണവത വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊണ്ട് അവരെയൊക്കെ ഭുജിപ്പിക്കണം. പിന്നെയോ അന്യാൻ ബ്രാഹ്മണാൻ ഇവരെ മാത്രമല്ല മറ്റു ബ്രാഹ്മണന്മാരെയും അവിടെ തത്ര ഈ ആരൊക്കെ അവിടെ വന്നിട്ടുണ്ടോ അവരെല്ലാവരെയും ശക്രിയ കഴിവ് പോലെ ഭക്ഷണം കൊടുക്കണം അവർക്കെല്ലാവർക്കും. ദക്ഷിണാം ഗുരവേ ദദ്യൽ ഋത്വിഗ്ഭ്യശ്ച യഥാർഹത അന്നാദ്യേന്നാശ്വഭാഗാംശ്ച വീണയേൽ സമുപാഗതൻ. വന്ന ബ്രാഹ്മണർക്ക് മാത്രമല്ല കേട്ടോ, അതാണ് ആദ്യം ദക്ഷിണാം ഗുരവേ ദദ്യാൽ ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുക്കണം, ഋത്വിക്കുകൾക്ക് ദക്ഷിണ കൊടുക്കണം, അവരുടെ അർഹത വേണ്ട അർഹിക്കുന്ന രീതിയിലുള്ളതൊക്കെ കൊടുക്കണം. അതിനുശേഷം അന്നാദ്യേന ആശ്വഭാഗാംശ്ച അതായത് ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ട് ആഹാരവും മറ്റും നൽകി ആരെയാണ് ആശ്വഭാഗാംശ്ച ശുഭചരടക്കമുള്ള എല്ലാവരെയും നീചജാതിയിലുള്ള ആൾക്കാരെയും കൂടിയിട്ട് സന്തോഷിപ്പിക്കണം എന്ന് പറയാണ്. അവിടെ വന്നിട്ടുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കണം. എന്നിട്ടോ മുക്തവത്സു ച സർവേഷു ദീനാന്തകൃപണേഷു ച വിഷ്ണോത്തൽ പ്രീണനം വിദ്വാൻ കുഞ്ചീത സഹബന്ധുവി. ഇങ്ങനെ അവിടെ വന്നിട്ടുള്ള ദീന അന്ധകൃപണേഷു ച രോഗികള് അന്ധന്മാര് അഗതികള് മുതലായിട്ടുള്ള സർവേഷു എല്ലാവരും ഭുക്തവത്സു അവർക്കൊക്കെ വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുത്ത് അവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷ്ണു പ്രീണനം വിദ്വാൻ അതന്നെയാണ് ഭഗവാനുള്ള ഏറ്റവും വലിയ പ്രീതിക്ക് ഉപയുക്തമായിട്ടുള്ള മാർഗം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം ബന്ധുഭി സഹ ഭുഞ്ചീത അതിനുശേഷം തൻ്റെ ബന്ധുക്കളോടുകൂടി താൻ സ്വയം ആഹാരം കഴിക്കുകയും ചെയ്യാമെന്നാണ്. അത് കഴിച്ച് അതിനുശേഷമോ നൃത്യവാദിത്രഗീതൈശ്ച സ്തുതിഭി സ്വസ്തിവാചകൈ
കാരേത്തൽ കഥാവിശ്ച പൂജാം ഭഗവതൊന്വകം. ഓരോ ദിവസവും ഈ ഇതിൽ ഈ 12 ദിവസങ്ങളും എങ്ങനെയാണ് നൃത്യവാദിത്ര ഗീത, ഈ എന്താണ് പൂജയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നൃത്തം, വാദ്യം, ഗീതം മുതലായവ കൊണ്ടും സ്തുതികളാലും സ്വസ്തിവാചകയിച്ച സ്വസ്തിവാചനാദികളാലും ദിവസേന ഭഗവത പൂജാം കരയിൽ, ഭഗവാന്റെ പൂജ തന്നെ, അതായത് ഒഴിവുള്ള സമയത്തൊക്കെ ഭജന പാടിയിട്ട് നൃത്തം ചെയ്തിട്ടും ഓരോ ഇതുകളിൽ കൂടിയിട്ട് എപ്പോഴും ഭഗവത് സ്മരണം അങ്ങനെ വിടാണ്ട് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുകയാണ്. 5 അഭിഷേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആചാര്യസ്വാമികളുടെ ഇത് പ്രകാരം പറയുകയാണ്: മന്ത്രസമേതം പനിനീര്, കർപ്പൂരം മുതലായുള്ള കലക്കിയിട്ടുള്ള ജലം, പിന്നെ പശുവിൻ്റെ പാല്, പിന്നെ ഇളനീര്, ശുദ്ധജലം, ഇങ്ങനെയാണ് 4 ക്രമം. അതോട് കൂടിയിട്ട് ഇവിടെ 5 എന്ന് പറയാൽ ആദ്യം നെയ്യും കൂട്ടിയാൽ 5 എണ്ണം ആവുന്നതാണ് ഇവിടെ ശ്രീധരവാര്യ പറയുന്നത്. ഏതൽ പയോവ്രതം നാമ പുരുഷാരാധനം പരം പിതാമഹേനോപദിഷ്ടം മയാതേ സമുദാഹൃതം. പിതാമഹേനാഭിഹിതം എന്നാണ്, അതിന് ഒക്കെ പാഠഭേദങ്ങളാണ്. ഇവിടെ പിതാമഹേനോപദിഷ്ടം, പിതാമഹനാൽ ഉപദേശിക്കപ്പെട്ടതെന്നാണ്. മറ്റത് പിതാമഹനാൽ പറയപ്പെട്ടത് എന്നുണ്ട്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഏതൽ അങ്ങനെയുള്ള ഈ പയോവ്രതം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഷ്ണുപൂജാ സമ്പ്രദായം ബ്രഹ്മാവിനാൽ എനിക്ക് ഉപദേശിക്കപ്പെട്ടതാണ്. അത് ഞാൻ ഭഗവതിക്കും നന്നായി പറഞ്ഞു തന്നു. ത്വം ചാനേന മഹാഭാഗേ സമ്യക് ചീർണേന കേശവം ആത്മനാ ശുദ്ധഭാവേന നിയതാത്മാഭജവ്യയം. ഹേ മഹാഭാഗേ, മഹാഭാഗ്യമുള്ളവളെ, ത്വം ച ഭവതിയും നിയതാത്മാ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ശുദ്ധഭാവേന, ശുദ്ധഭാവത്തോടു കൂടിയ ആത്മന, മനസ്സോടെ, സമ്യക് ചീർണേന, വിധിപ്രകാരം ആചരിക്കപ്പെടേണ്ട അനേന, ഈ വ്രതത്താൽ, അവ്യയം കേശവം ഭജ, അവ്യയനായ മഹാവിഷ്ണുവെ ഭജിച്ചോളൂ എന്ന് പറയുകയാണ്. അയം വൈ സർവയജ്ഞാഖ്യ സർവവ്രതമിതി സ്മൃതം തപസ്സാരമിതം ഭദ്രേ ദാനം ചേശ്വരതർപ്പണം. ഈ മംഗളരൂപിയായവളെ, മംഗളരൂപിണിയായവളെ, അയം വൈ, ഇതാകട്ടെ, സർവയജ്ഞമെന്നും സർവവ്രതം എന്നും സ്മരിക്കപ്പെട്ട, എല്ലാ യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്നും വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് ഇതെന്ന് സ്മരിക്കപ്പെട്ടതാണെന്ന് പറയുകയാണ്. ഇത് തപസ്സിൻ്റെ സത്തയാണ്, ഈശ്വര പ്രീതികരായിട്ടുള്ള സമർപ്പണമാണിത് എന്ന് പറയുകയാണ് ഈ യജ്ഞം. തയേവ നിയമാ സാക്ഷാൽ തയേവ ജയമോത്തമ തപോദാനം വ്രതം യജ്ഞോ യേന തുഷ്യത്യധോക്ഷജ. ഒന്ന് ആലോചിച്ചാൽ മതി. യേന അധോക്ഷജ തുഷ്യതി, യാതൊന്നുകൊണ്ട് ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കുന്നുവോ തേവ, അവ തന്നെയാണ് സാക്ഷാൽ ശരിയായിട്ടുള്ള നിയമങ്ങൾ. തേവ, അവ തന്നെയല്ലേ യമോത്തമ, യമങ്ങളിൽ ഉത്തമമായിട്ടുള്ളത്. തേവ, അവ തന്നെയാണ് തപസ്സും ദാനവും വ്രതവും യജ്ഞവും. അതുകൊണ്ട് എന്താണ് തസ്മാലേതൻ വ്രതം ഭദ്രേ പ്രയതാ ശ്രദ്ധയാചര ഭഗവാൻ പരിതുഷ്ടസ്തേ പരാനാശുവിദാസ്യതി. അതുകൊണ്ട് എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ഈ വ്രതം കൊണ്ട് ഈ ഭദ്രേ എന്ത് ചെയ്യണം? പ്രയതാ ശ്രദ്ധയ, പരിശുദ്ധിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് അനുഷ്ഠിക്കൂ. ഭഗവാൻ വേഗത്തിൽ പ്രീതനായിട്ട് തേ വരാൻ വിദാസ്യതി. ഭഗവതിക്ക് എന്താണ് വരങ്ങൾ എന്താ വെച്ചാൽ അതെല്ലാം ഭഗവാൻ നൽകുന്നതാണ് എന്ന് പറയുകയാണ് കശ്യപ പ്രജാപതി. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടിയിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ അതിഥിവയോവ്രതകഥനം നാമ ഷോഡശോധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.